വെൽക്കം ബാക്ക് ടു ഫ്ലൈങ് ബേർഡ്സ്. ഇന്ന് ഞാനിവിടെ ഡെയിലി ക്ലീനിങ്ങിൻ്റെ ഒരു രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു വീടാണ്, പക്ഷേ ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് ഈ വീട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാറെന്നാണ് കാണിക്കാൻ പോണത്. ഇത് വളരെ പെട്ടെന്ന് വീട് ക്ലീൻ ആക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനം. നിങ്ങൾ എന്ത് വേറെ സാധനങ്ങളും ഇതിന് പകരാവില്ല എന്നാണ് ഞാൻ പറയാം. കാരണം ഇത് ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ വീട് മൊത്തം ക്ലീൻ ആവും. ബാക്കി ചൂല് കൊണ്ട് അടിക്കണവരുണ്ട്. എനിക്കും ചൂലുണ്ട്. ഇത് പ്ലാസ്റ്റിക് ചൂലാണ്, കാരണം കുറേ കാലം ഇപ്പോൾ ഇത് വീട് നിന്നോളൂല. മറ്റ് സാധനങ്ങളാവുമ്പോൾ ഇത് കൊഴിഞ്ഞു പോവും. ഇത് കൊഴിഞ്ഞു പോലും. ഇതിപ്പോൾ ഒരു 5-6 കൊല്ലമായതാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ്, ഈ ചൂല് കൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു ചെറിയൊരു കാറ്റ് വരില്ല. അപ്പോൾ കുറേ പൊടി അങ്ങോട്ട് പോവും, അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ പോവും. അപ്പോൾ നമ്മളുടെ ക്ലീനിങ് കറക്റ്റായിട്ട് നടക്കില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു ഡസ്റ്റർ, ഈ 3 സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ മസ്റ്റായിട്ടും വേണ്ടതാണ് കേട്ടോ. ഈ ഡസ്റ്റർ ഞങ്ങൾ ശരിക്കും ഒരു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അറിയാണ്ട് തെറ്റി വേറൊരു സാധനം വാങ്ങി ഇപ്പോൾ തെറ്റി വന്നൊരു ഐറ്റമാണ്. പക്ഷേ ഈ സാധനമാണ് ഇപ്പോൾ ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ടുള്ളൊരു ഐറ്റം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട നമ്മുടെ ഇത് ഡസ്റ്റർ പൊടി തട്ടണതല്ലേ. ഇതിൻ്റെ ഒരു ഗുണം എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വാളുകളൊക്കെ ഇല്ലേ, ഈ ചുമര്, ഇങ്ങനത്തെ ഈ ചുമരുമൊക്കെ ഇതിങ്ങനെ ഓടിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ പൊടിയും പോവും. അതുപോലെ തന്നെ മാറാല തട്ടാനും ഇതുപോലെ ഇങ്ങനെ ഓടിപ്പിച്ച് പോയി കഴിഞ്ഞാൽ മാറാലും ക്ലീൻ ആവും. വേണ്ട, ഈസി ആയിട്ട് പരിപാടി കഴിയും. എവിട്ടാം. അതുപോലെ തന്നെ ഇതിനിങ്ങനെ വളച്ചും തിരിച്ചൊക്കെ ഇങ്ങനെ വെക്കാം. ഫാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വെക്കാം. അപ്പം ഇതിൻ്റെ ഇങ്ങനെ ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ ഓടിപ്പിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാ ഭാഗവും നമുക്ക് ക്ലീനാക്കി കിട്ടും. അപ്പം ഈ 3 സാധനം വെച്ചിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കണേ. ഡസ്റ്ററും ചൂലും മോപ്പും കൂടാതെ നമുക്ക് വേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് ഈ കോളിങ്. ഈ വാട്ടർ പിന്നെ മൾട്ടിപർപ്പസ് ക്ലീനിങ് യൂസ് ചെയ്യണ ഈ എന്നിട്ട് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത്. ഇതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും പൊടി തുടച്ചാൽ ക്ലീനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളാണ് നമുക്ക് വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടത്. ഞാനിപ്പോൾ കാണിക്കണത് ഡെയിലി റുട്ടീൻ എങ്ങനെ ചെയ്യണമെന്നാണ്. ഡീപ്പ് ക്ലീനിങ് അല്ല, ഡെയിലി എന്തെന്നാ ചെയ്യേണ്ടതെന്ന്. അതിപ്പോൾ ജപ്പാനീസ് രീതിയിലുള്ള ക്ലീനിങ്ങാണ് ഞാൻ ചെയ്യണത്. അതായത് ഡെയിലി എന്തൊക്കെ ഇവിടെ മാറി കിടക്കണുണ്ടോ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി കൊണ്ടുവരണം എന്നാണ് ജപ്പാനീസ് രീതി. അപ്പോൾ അതുപോലെയാണ് ഞാനിവിടെ ഫോളോ ചെയ്യണത്. ജപ്പാൻകാർ പറയണത് എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഐറ്റത്തിനും ഓരോ പോസ്റ്റ് ഉണ്ടെന്നാണ് പറയാം. ഏതൊരു സാധനവും വെക്കണതിന് ഒരു പൊസിഷൻ നമ്മൾ കണ്ടെത്താം. ആ രീതിയിൽ തന്നെ പോകണം നമ്മുടെ എല്ലാ കാര്യങ്ങളും കേട്ടോ. ഇപ്പോൾ ഇവിടെ ആകെ കുഷിനൊക്കെ തലേ ദിവസം എല്ലാവരും ഇരുന്നും കിടന്നൊക്കെ ആകെ വൃത്തിയായിട്ട് കിടക്കണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മളെങ്ങനെയാണ് വെക്കാറ് അതുപോലെയൊക്കെ ഒന്ന് തട്ടി കൊട്ടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അതുപോലെ ഇവിടെയൊക്കെ പൊടികളൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റി ഈ കുഷിനൊന്ന് ആദ്യം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചാൽ തന്നെ പകുതി പണി കഴിഞ്ഞു. സോഫയൊക്കെ ഒന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് തട്ടിയൊക്കെ ഇടാം. എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടാവും. ഈ മൈക്രോ ഫൈബറിൻ്റെ തുണി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഓടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊടികളും ക്ലീനായിട്ട് പോയിക്കോളും. പെട്ടെന്ന് ചെയ്യുക. വളരെ സ്ലോവിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം മുഴുവൻ ഇങ്ങനെ ക്ലീനിങ്ങിനായിട്ട് നിൽക്കേണ്ടി വരും. പെട്ടെന്ന് ചെയ്യുക, എന്നാലും 5 മിനിറ്റ് കൊണ്ടുള്ള പണി കഴിയുള്ളൂ. അതുമാതിരി ടീപ്പോയിമ്മ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ആദ്യം ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഈ കോളിങ് സൊല്യൂഷൻ ഉണ്ടല്ലോ അതൊന്ന് സ്പ്രേ ചെയ്യുക. ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. ഇവിടുത്തെ പരിപാടി ക്ലീനായി കണ്ട. അതുമാതിരി നമ്മുടെ റിമോട്ട്, ഈ വക സാധനങ്ങളൊക്കെ എവിടെ വെക്കേണ്ടതെന്ന് കണ്ടെത്തി അതൊക്കെ അവിടെ വയ്ക്കുക. ഈ സൊല്യൂഷനിൽ ആൽക്കഹോൾ ഉണ്ട്. അത് കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വൈപ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഷൈൻ ചെയ്യും. അതായത് ഗ്ലാസ് അല്ലെങ്കിൽ പിന്നെ എന്തെന്നാ TV, ഫാൻ, ഈ വക സാധനങ്ങളൊക്കെ ഇത് വെച്ച് തുടയ്ക്കാൻ നല്ലതാണ് കേട്ടോ. ആൽക്കഹോൾ കാരണം വാപ്പറേറ്റ് ചെയ്ത് പോവും.
ഗ്ലാസ് സർഫസ് അല്ലെങ്കിൽ സ്പ്രേ പെയിൻറ് ചെയ്തേക്കണ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ TV അങ്ങനത്തെയൊക്കെയുള്ള ഏരിയകളിൽ ഇത് തുടച്ച് കഴിഞ്ഞാൽ നന്നായി ചെയ്യും. ഷൈൻ ചെയ്യാനുള്ള ഒരു ബൂസ്റ്റർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ വർക്ക് ചെയ്യണം കേട്ടോ. വിനീഗറും അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങളുള്ള കാരണം. പിന്നെ ഇതുകൊണ്ട് വുഡൻ ഐറ്റംസ് തുടക്കരുത് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഈർപ്പം നിൽക്കില്ല. കാര്യം ഇവാപ്രേഷൻ നടക്കെങ്കിലും അത്ര നല്ലതല്ല. പിന്നെ അല്ലെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ട് തുടച്ച് മാറ്റിക്കൊള്ളണം. അതുപോലെ നമ്മുടെ ഈ കണ്ണിൻ്റെ മുന്നിൽ കാണുന്ന എന്തെങ്കിലും വൃത്തികേടുകളൊക്കെ അപ്പം മാറ്റണം കേട്ടോ. അപ്പോൾ ഈ ചെടികളുടെയൊക്കെ ഉണങ്ങിയ ലീവ്സ് ഉണ്ടാവും. അപ്പോൾ ഡെയിലി പറിച്ച് മാറ്റാനായിട്ടുണ്ടാവും. ഡെയിലിയോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാറ്റണം കേട്ടോ. ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ലീവ്സൊക്കെ മാറ്റുമ്പോൾ തന്നെ ഒരു ക്ലീനിങ് എഫക്റ്റ് വരുമല്ലോ. നമ്മുടെ ഈ ഡസ്റ്ററിൻ്റെ ഈ ടിപ്പ് കണ്ട ഇതിങ്ങനെ വളച്ച് വെച്ചിട്ട് ഇതേ ഫാൻ ഇത് ഡെയിലി ക്ലീനിങ്ങിനാണ് കേട്ടോ യൂസ് ചെയ്യണേ. അല്ലാണ്ട് ഡീപ്പ് ക്ലീനിങ്ങിനല്ല. അതേ കണ്ട അതേ ഇതിങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെ ഈ ഫാനുമേയുള്ള പൊടികളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. അതുപോലെ തന്നെ ഫാനിൻ്റെ ലീഫിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോൾ ഭാഗവും ക്ലീൻ ആവും. ഇനി നമുക്ക് ഈ മോപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഒറ്റ സെക്കൻഡ് മതി ഇത്. ഈ മോപ്പ് വെച്ചിട്ട് കണ്ട അതെ ഇതിങ്ങനെ വൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതേ ഈ അറ്റം തുടങ്ങി ഇതിങ്ങനെ ഈ അറ്റം വരെ വൈപ്പ് ചെയ്യണമെങ്കിൽ ഇത്രയും സ്ഥലം നമ്മുടെ കംപ്ലീറ്റ് ആയി. കണ്ട ഇത്ര സെക്കൻഡ് മതി. ഇവിടെ ഇത്രയും സ്ഥലം ക്ലീനായി. ഇത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് വെച്ച് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും അത്രയ്ക്കും ക്ലീനായി എന്നുള്ളത്. അതുപോലെ തന്നെ ഈ സോഫയുടെ അടിയിലേക്കൊക്കെ ഈസി ആയിട്ട് ഇത് പോട്ടാ. അപ്പോൾ ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഈ സോഫയുടെ അടിയും ഡെയിലി വേണമെങ്കിൽ ചെയ്യണം. വേണ്ട ഒരു സെക്കൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ വീട് ക്ലീൻ ആക്കാറ്. ഈ താഴത്തെ നില കേട്ടാ 5 മിനിറ്റ് പോലും എടുക്കാറില്ല ഞാൻ. ആരെങ്കിലും ഈ വീട്ടിൽ ഗസ്റ്റായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് കാറ് വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ എന്നിട്ട് ചെയ്യുന്നത് വെച്ചാൽ വേഗം വന്നതേ ഇതുകൊണ്ട് അവർ കാറിൽ നിന്ന് ഇറങ്ങണേക്കാൾ മുമ്പ് ഇവിടെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് പോകും. ഇപ്പം ഈ ഏരിയ നോക്കിയാൽ ഞങ്ങളുടെ ലിവിങ് റൂമിൻ്റെ ഈ ഏരിയ സൂപ്പറായിട്ട് പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് ക്ലീൻ ആയ പോലെ ആയില്ലേ. നമ്മുടെ എയർ ഫ്രഷ്നർ നമുക്കിത് ഓണാക്കി വെക്കാം. അപ്പം നമുക്ക് നല്ല പോസിറ്റീവ് എനർജി വരും. ഇത് നമ്മുടെ ക്രോഷയുടെ സെലന ചെയ്തൊരു വർക്കാണ് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചൈനീസ് വാസ്തു ഫുങ്ഷെ പറയണത് റൂമിലൊക്കെ ഇങ്ങനെ പുകച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി വരുന്ന. അപ്പം ഞാനിതിങ്ങനെ ഇടയ്ക്ക് പുകയ്ക്കും കേട്ടോ. ഡെയിലി ചെയ്താൽ അത്ര നല്ലത്. അതുപോലെ തന്നെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ അങ്ങനെ ഒരു ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കണം ഈ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ മാറ്റാനായിട്ട്. ഇന്നിപ്പോൾ ഞങ്ങളുടെ ബെഡ്ഷീറ്റ് മാറ്റണ ദിവസമാണ്. ഇതൊക്കെ മാറ്റി പുതിയത് വിരിക്കാം നമുക്ക്.
അപ്പോൾ ബെഡ് ഇട്ട് കഴിഞ്ഞു നമ്മുടെ കേട്ടോ. ഇനി ഒന്ന് പൊടി തട്ടാം. ഇവിടെ നമുക്കിതുപോലെ ഒന്ന് പൊടി തട്ടിയെടുക്കാം. ഇങ്ങനത്തെ ഫ്രെയിമൊക്കെ ഇങ്ങനെ തുടയ്ക്കാം കേട്ടോ. സ്പീഡിൽ ചെയ്യണോട്ടെ ഈ വക പണികൾ. വീട് എപ്പോഴും കഴുകി തുടക്കണേക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ട് സാധനങ്ങൾ അടക്കി പറക്കി വെക്കുക. അതാണ് ജപ്പാനീസ് വിദ്യ പറയണത്. എല്ലാ സാധനങ്ങളും ഇരിക്കേണ്ട പൊസിഷനിൽ കറക്റ്റായിട്ട് വയ്ക്കണം. കുറേ നാളായിട്ട് യൂസ് ചെയ്യാത്ത എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ഏരിയയിൽ നിന്ന് മാറ്റി കളയാം. അതുപോലെ തന്നെ സാധനങ്ങൾ നിറച്ച് കുത്തി വെക്കരുത്. അപ്പോഴാണ് ക്ലീനായിട്ട് ഇരിക്കുള്ളൂ. ഇപ്പോൾ ഈ ഏരിയയും കംപ്ലീറ്റായി. ഇത് ഇവിടെയും കൂടെ ഉള്ളൂ. ക്ലീൻ ചെയ്യുമ്പോൾ എന്നിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം ബ്രഷ് ചെയ്യാൻ വരാം. അപ്പം എല്ലാവരും വൃത്തികേടാക്കിയിട്ടേക്കണതൊക്കെ നമുക്ക് വേഗം ക്ലീൻ ചെയ്യാൻ പറ്റും. ദേ ഇവിടെ മിററുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ദേ സ്പ്രേ ചെയ്യുക. മിറർ ആദ്യം ക്ലീൻ ആക്കാം. ജസ്റ്റ് ഇതുപോലത്തെ ഏതെങ്കിലും ബാത്റൂം ക്ലീനർ ഇട്ടിട്ട് സ്പ്രേ ചെയ്യുക. ഒന്ന് ബ്രഷ് ചെയ്യുക. കഴുകുക. നമ്മുടെ ക്രീം, പേസ്റ്റ്, ലോഷൻ, ഈ വക ഓയിൽ, ഈ വക സാധനങ്ങളൊക്കെ ഇതുപോലെ എന്തെങ്കിലും ബോക്സോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഓർഗനൈസർ വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചിന്നിച്ചെറി കിടക്കില്ല. ക്ലീനായിട്ട് ഇവിടെ ഇരുന്നോളും. നമ്മുടെ ടോയ്ലറ്റിലെ ടവലും ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. നമ്മുടെ ടോയ്ലറ്റും ക്ലീനായി. നമ്മൾ എന്ത് പാത്രങ്ങൾ എടുത്താലും അപ്പം തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ ആ പണി അവിടെ കഴിയും. ഇതാണ് ജാപ്പനീസുകാരുടെ ഒരു ട്രിക്ക്. അപ്പം നീറ്റായിട്ടിരിക്കും. അവരുടെ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഭയങ്കര ചെറുതാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ അപ്പാർട്ട്മെൻറ്റുകൾ അവിടെയാണെന്നാണ് പറയണത്. അപ്പോൾ അവർ ആ കുഞ്ഞു സ്ഥലത്ത് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞ് ആ കുഞ്ഞു സ്ഥലം നീറ്റായിട്ടാണ് വയ്ക്കുക. അപ്പോൾ നമ്മുടെ കിച്ചൺ വലുതോ ചെറുതോ ആയിക്കോട്ടെ, ചെറുതായാലും നീറ്റായിട്ട് കൊണ്ടുനടക്കാൻ ശ്രമിക്കുക. ആവശ്യമില്ലാത്തത് കളയുക. അപ്പോൾ തന്നെ ക്ലീനാവും. എൻ്റെ ഈ കിച്ചണിലാണ് കൂടുതൽ കുക്കിങ്ങൊക്കെ നടക്കുന്നത്. നേരം ഞാൻ കാണിച്ചത് എങ്ങനെ സാധനങ്ങളൊക്കെ അടക്കി പറക്കി വെച്ചിട്ട് അടിച്ചു വാരി ഇങ്ങനെ ഇടാമെന്നല്ലേ. അപ്പോൾ അത്ര തന്നെ മതി നമുക്ക് ഡെയിലി ക്ലീനിങ് കറക്റ്റ് ആക്കാൻ. ഇനി അതല്ലാണ്ട് ഒന്നരാടം വിട്ടോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമോ അങ്ങനെയൊക്കെ തുടയ്ക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ തുടയ്ക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ട്രിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മോപ്പാണ് വാങ്ങിച്ചേക്കണേ. ഇങ്ങനത്തെ മോപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. കാണിച്ചു തരാം. ഈ മോപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ ഭയങ്കര സിമ്പിൾ. അതായത് നമ്മളിങ്ങനെ വെള്ളം ക്യാരി ചെയ്തുകൊണ്ട് നടക്കൊന്നും വേണ്ട. ഇങ്ങനെ വെള്ളം ഇങ്ങനെ തുറന്നിട്ടിട്ട് നനച്ച് കഴിഞ്ഞിട്ട് ഇതേ ഇങ്ങനെ 2 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ പോവും. പിന്നെ ക്ലീനാക്കി കഴിഞ്ഞാൽ ക്ലീൻ ആയിക്കോളും. പിന്നെ ഞാൻ യൂസ് ചെയ്യണത് ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു വാക്യൂം ക്ലീനറാണ്. ഇത് നല്ല സൂപ്പറായിട്ടാണ്.
ഇന്നത്തെ ക്ലീനിങ് ഇവിടെ കഴിയാണ്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇതുപോലെ വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ അത് ഓടിപ്പിക്കുക. ബാക്കി എല്ലാ ദിവസവും മറ്റേ ഞാൻ നേരത്തെ കാണിച്ചെന്നില്ലേ ആ മോപ്പ് ഉപയോഗിച്ചാൽ മതി. ഇതിനേക്കാളും ഈസി അതാണ് കേട്ടോ, കാരണം അത് പെട്ടെന്ന് കഴിയും. അപ്പോൾ ജാപ്പനീസ് രീതിയോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ രീതിയോ ഏതെങ്കിലും യൂസ് ചെയ്ത് നമ്മുടെ വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. പെട്ടെന്ന് ചെയ്യാനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞു തന്നത്. അല്ലാണ്ട് ഡീപ്പ് ക്ലീനിങ് അല്ല. ഡീപ്പ് ക്ലീനിങ് ചെയ്യുമ്പോൾ സോഫയൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ നമ്മ. പക്ഷേ ഇത് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം തന്നെ വരില്ല. അല്ല, വർഷത്തിൽ 2-3 പ്രാവശ്യം മാത്രം അങ്ങനെ ഒരു വലിയൊരു ക്ലീനിങ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീടൊക്കെ നീറ്റായിട്ട് സൂക്ഷിക്കുക. താങ്ക് യു.